ഹലോ അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. എന്താണ് ക്ലീൻ ചെയ്യുന്നതെന്നല്ലേ? അതന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. നമ്മുടെ വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കാണാം. എൻ്റെ അടുക്കുള്ളത് ഒരു 7-8 വർഷം പഴക്കമുള്ള LGയുടെ സിൽവർ കളർ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളും ഓപ്പൺ ചെയ്തൊക്കെ എങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നേ. ഇപ്പൊ തന്നെ ഇതാ നമ്മളെ സർഫ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്കത് അറിയേണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അതിലുണ്ടായിരുന്നേ. ആ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് എളുപ്പത്തിൽ അതിൽ നിന്ന് വിട്ട് കിട്ടും. എന്നിട്ട് ഇത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ആ ഒരു ബോക്സ് എടുത്തതിന് ശേഷം ആ ഒരു വാഷിംഗ് മെഷീന്റെ ഉൾഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നേ. അതൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഈ സർഫിട്ട് എടുക്കുന്ന ഭാഗത്ത് എപ്പോഴും ഞാൻ കരുതാറുണ്ട്, ഇങ്ങനെ അഴുക്കാകുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക. ഞാൻ എന്നിട്ട് നമ്മളെ നനഞ്ഞ തുണിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാന്നല്ലാതെ അതും നമുക്കറിയാലോ, അത്രയും അടിഞ്ഞുകൂടി അഴുക്കൊക്കെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ക്ലോത്ത് വെച്ചിട്ടൊന്നും ഇളകി പോരില്ല. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇതെങ്ങനെയായിരിക്കും ക്ലീൻ ചെയ്തെടുക്കാൻ. സംഭവം നോക്കി വന്നപ്പോഴല്ലേ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ബോക്സ് അതിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാനൊക്കെ പറ്റുവേ. പിന്നെ അത് മാത്രമല്ല, ഈ കാണുന്ന ആ ഒരു ബ്ലൂ കളർ ഭാഗം ഉണ്ടല്ലോ, അതും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പം ഇതിൽ എക്സ്ട്രാ വേറെ ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ട് നമ്മളെ പഴയ ഏതെങ്കിലും ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലോണം തേച്ച് ഉരച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക. പിന്നെ ഓൾറെഡി സർഫ് ഇടുന്ന ആ ഒരു ഭാഗമായതുകൊണ്ട് ചെറിയ രീതിയിൽ സർഫിന്റെ ആ ഒരു അംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ സർഫ് ഇടുന്ന സമയത്ത് ഒരുപാട് കൂടുതൽ ആ ഒരു ബോക്സിന്റെ ആ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ, സർഫ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗം നിറയുന്ന തരത്തിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു സർഫിന് പകരമായിട്ട് ഡിറ്റർജന്റ് ലിക്വിഡ് ക്യാപ്സ്യൂൾ പരുവത്തിലുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അതൊക്കെ ഈ ഒരു വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്ന സമയത്ത് സർഫിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പോലും ഏറ്റവും ബെറ്റർ. നമ്മൾ ഇതില് കുറച്ച് മാത്രം ഡിറ്റർജന്റ് പൗഡർ ഇട്ടിട്ട് മാത്രമേ വാഷ് ചെയ്യാവൂ. കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് അഴുക്കാവുന്നതും ഇങ്ങനെ തുരുമ്പിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തേച്ച് വെച്ച് വൃത്തിയാക്കിയെടുക്കാം. ഞാനിത് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് തന്നെ ഒരു 8 years ആവുന്നു. അപ്പോൾ അത് തന്നെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ 8 വർഷത്തിനടുത്ത് ആദ്യമായിട്ടാണ് ഞാനിത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കിതാ ഇത് എളുപ്പമാണ് കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഡ്രം ക്ലീൻ ചെയ്യണം എന്നാണ് വാഷിംഗ് മെഷീൻ്റെ. അപ്പോൾ അല്ലാത്ത സമയത്താണ് ഈ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് വരിക. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗം കൂടി നമുക്ക് പതിയെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് വിട്ട് കിട്ടുവേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അധികം അഴുക്കില്ല, എന്നാലും ആ ഒരു ഉൾഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതാ അത് വെച്ചിട്ടുള്ള അതിൻ്റെ ഉൾഭാഗം നല്ല രീതിയിൽ ഒന്ന് തേച്ചൊരച്ചെടുക്കാം. എന്നിട്ടിതാ ഈ ഭാഗവും കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അവിടെ ഫിക്സ് ആയി കിട്ടും. മുഴുവനായിട്ടൊന്ന് കഴുകട്ടെ. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ തേച്ചൊരച്ചൊന്ന് തുടച്ചെടുക്കാം. നനഞ്ഞ ഒരു തുണി കൊണ്ടും പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ടും ഒന്നങ്ങ് തുടച്ചെടുക്കാം. കണ്ട, നമ്മൾ ഈ ഡിറ്റർജന്റ് പൗഡർ അധികമായിട്ട് ഇടുന്ന സമയത്താണ് ഇതാ കണ്ട, കൂടുതലാകുന്ന സമയത്താണ് ഇതിലിങ്ങനെ ഇവിടെ അടിഞ്ഞു കൂടുക. അതിനിടയിൽ ജമലു കരയുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്നൊന്ന് പോയി നോക്കിയിട്ട് വരട്ടാ. അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് കൈ. സർഫാ കൂടുതലും, അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് സർഫ് ഇട്ടിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഉണ്ട് നല്ലോണം. ഇതിപ്പോൾ നല്ലോണം ബ്രഷ് ഇട്ട് ഉരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെല്ലാം മൊത്തം ഡിറ്റർജൻറ്റ് പൗഡറാണ്. അത് ഞാൻ കൂടുതലിടും ഡിറ്റർജൻറ്റ്, അതുകൊണ്ടാണ് സംഭവം. കുറച്ച് മാത്രമേ പോലും ഇടാൻ പാടുള്ളൂ. അങ്ങ് ഉള്ളിൽ കൈ എത്തുന്നില്ലല്ലേ? എനക്ക് വേദനയാണ്, കൈ മുറിഞ്ഞി.
മാസത്തിൽ സ്മെല്ല് വരുന്നത് അല്ലേ? അതാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഡ്രം ക്ലീൻ ചെയ്യണം, എന്നാലും മസ്റ്റ് ആയിട്ടും വാഷിംഗ് മെഷീന്റെ. എനിക്കറിയില്ല ആരെല്ലാം ചെയ്യലുണ്ട്. ഞാൻ ഈ ഷൂവും വേദകന്നില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഷൂസ്, നമ്മളെ മാറ്റുകള്, നിലത്തിടുന്ന മാറ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഇതിൽ തന്നെയാണ് വാഷ് ചെയ്യാറ്. പക്ഷെങ്കിൽ അത് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് വെറുതെ സർഫും ഡെറ്റോളും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാറാ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്താൽ പോരാ, നമ്മൾ ഡ്രം ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിട്ടിട്ട് തന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തെടുക്കണം എന്നാ പോലും. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിൽ ഒരു പൈപ്പ് ഉണ്ട്, അപ്പൊ അതും കൂടി ഒന്ന് ക്ലീൻ ആക്കണം. അപ്പൊ ഇത് പതുക്കെ ഒന്നങ്ങ് തിരിച്ചു വെക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ആ ബാക്കില് പൈപ്പില് വെള്ളം വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മെല്ലെ ആ ഒരു പ്ലെയർ വെച്ചിട്ട് എടുത്താൽ കണ്ടില്ലേ, ഇതാ ഇതിന്റെ ഉൾവശത്തും നന്നായിട്ട് അഴുക്കുണ്ട്. ഒന്നിങ്ങ് തന്നെ ഞാൻ വാഷ് ചെയ്യട്ടെ. ഇതൊരു നെറ്റ് പോലത്തെ സംഭവമാണ് കേട്ടോ, കണ്ട ഇതിന്റെ ഉള്ളിലും അഴുക്കുണ്ട്. ആ ബ്രഷ് നോക്കട്ടെ സി. അപ്പൊ ഈ ഒരു നെറ്റും നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ആ ഒരു ഇവിടെയും കൂടി നമ്മൾ കണ്ടാ, ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടാ, നല്ലോണം അഴുക്കുണ്ടേ ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇതിൻ്റെ ഉൾവശം നമ്മൾ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചിങ്ങെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇതവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സായി. ഇനി ആ പൈപ്പ്, ഈ ഒരു പൈപ്പ് ഇതാ ആസി നിങ്ങൾ തന്നെ വേണം. ഒന്ന് നോക്കണേ നിങ്ങള്, ഒന്ന് ഓണാക്കി നോക്ക്. ഓക്കെ, ഇതാണ് വാഷിംഗ് മെഷീനിൽ ഇമ്പോർട്ടൻ്റ് പാർട്ട്. ഇതിലുണ്ടല്ലോ ഈ ഒരു ഫിൽറ്റർ, നമ്മളുടെ ഡ്രസ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിൽ പിന്നുകൾ, കോയിനുകൾ, മറ്റേ എന്തെങ്കിലും കച്ചറ പോയിക്കണ്ടേ ഇവിടെ സ്റ്റോറേജ് ചെയ്യും. ഇതിലെ സ്റ്റോറേജ് ഇപ്പം വാട്ടർ ഫുൾ ഇത് കിട്ടിയാണ്. ഇതേണ്ട ഇതെല്ലാം കുട്ടികളുടെ ഹെയർബെൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതുള്ള കച്ചറകൾ. ഓക്കെ, നമ്മൾ അലക്കാനിടുന്ന ഡ്രസ്സിൽ അറിയാതെ പെട്ടുപോകുന്ന കോയിൻസ്, നമ്മളെ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ അത്, പിന്നെ കുട്ടികളുടെ ചെറിയ മുടിക്ക് കെട്ടുന്ന ആ ഒരു ബാൻഡുകൾ, പിന്നെ കൂടുതലായിട്ടും ഞാൻ ഈ മാറ്റൊക്കെ വാഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാറ്റിലുള്ള ആ ഒരു നൂലുകൾ ഉണ്ടാവുമല്ലോ, അത് കൂടുതലായിട്ടും ഇതിലിങ്ങനെ വന്ന് നിൽക്കുക. അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അതിന്റെ ഉൾവശം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ട്യൂബ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടേത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണല്ലോ. അപ്പൊ ഇൻ കേസ് എങ്ങാനും നമ്മളിത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്ക് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിലത്തെ വെള്ളം ഉണ്ടല്ലോ, കുറേ വെള്ളം ഉണ്ടാവല്ലോ, അപ്പൊ നമുക്ക് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു പൈപ്പിന്റെ ടോപ്പ് ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു ഡ്രമ്മിലുള്ള വെള്ളമൊക്കെ ഇതിലൂടെ നമുക്ക് കളയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മളെ ഈ ഒരു ട്യൂബ് കൊണ്ടുള്ള ഉപയോഗം. അപ്പൊ ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ ഇതിൻ്റെ ഉള്ളിലും നല്ലോണം അഴുക്കുണ്ടാവേ. അപ്പൊ അത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്മെല്ല് വരുന്നല്ലേ, അത് നമ്മളെ ഡ്രം ക്ലീൻ ആക്കാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ ആ ഡ്രം ക്ലീൻ ചെയ്യുന്ന പൗഡർ വാങ്ങിയിട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. ഇനി അത് അതേപോലെ തന്നെ നേരത്തെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത് ഈ എടുത്ത് റൂമിൽ തന്നെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ട്, ഇതിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യലാണ് ഇനി നമ്മളെ ടാസ്ക്. ഇത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേങ്കിൽ ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അത്രയും അഴുക്കുണ്ട്. ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഉൾവശമല്ലോ. അപ്പോൾ അതെല്ലാം ആദ്യം ഞാനൊന്ന് ക്ലീൻ ആക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് ആ പൊടിയിട്ടിട്ട് ക്ലീൻ ആക്കാം. ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് നല്ലോണം ആദ്യം ഒന്നങ്ങ് ഉരച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ ക്ലീൻ ആയിക്കോളും. അത്ര അഴുക്കൊന്നുമില്ല, പക്ഷെങ്കിൽ നമ്മളെ കരിമ്പൻ ഉണ്ടല്ലോ അത് വന്നു പോയിന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ഡ്രൈ ആണ്ട് അലക്കിയതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കുമല്ലോ.
ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അതെല്ലാം എന്താ ചെയ്യുക, ഇപ്പോഴാണ് ഞാൻ അതെല്ലാം അറിയുന്നത്. വൈകിപ്പോയി അപ്പോഴേക്കും ദാ നമ്മൾ ഇതിൻ്റെ അവസ്ഥ ഇതുപോലെ ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും പുതുതായിട്ടൊക്കെ വാഷിംഗ് മെഷീനൊക്കെ മേടിച്ച ആൾക്കാരുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ചെയ്താൽ നമുക്ക് പുത്തൻ പുതിയതുപോലെ ഇത് കൊണ്ട് നടക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഉരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രം ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു ഹോളുണ്ട്, ആ ഹോളൊന്നും അടഞ്ഞു പോകാത്ത തരത്തിൽ നല്ലോണം ക്ലീൻ ആക്കി കൊടുക്കുക. ഡ്രം ക്ലീൻ പൗഡറോ ക്യാപ്സ്യൂളോ അല്ല. അപ്പോൾ ഇത് നമുക്ക് ഇതിലിട്ടിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രം ക്ലീൻ ചെയ്യുന്ന ക്യാപ്സ്യൂള്. അല്ല, ഇതിൽ കുറേ ഉണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഓരോന്നും ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. ശരിക്കും ഡ്രം ക്ലീൻ പൗഡർ ആയിരുന്നു ഏറ്റവും എഫക്റ്റീവ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി നോക്കി, എവിടെയും ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊരു 5 ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം 8 വർഷമായിട്ട് ക്ലീൻ ആക്കാത്ത വാഷിംഗ് മെഷീനാണ് എൻ്റെത്. അപ്പോൾ ഒരു 5 വേണ്ടേ. അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട്, ചില വാഷിംഗ് മെഷീന് കറക്റ്റ് ഡ്രം ക്ലീൻ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും, പക്ഷെ എൻ്റെ ഇതിൽ അതില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈമുള്ള ഏതാണോ ഓപ്ഷന് അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഡ്രം ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്യാപ്സ്യൂൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നല്ലോണം ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഡ്രം ക്ലീൻ ചെയ്യാം. ഈ ഒരു ഭാഗം എല്ലാം, കാരണം നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണല്ലോ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രം ക്ലീൻ ചെയ്തെടുക്കാം. ഡ്രം ക്ലീൻ ചെയ്യാൻ മിക്കവാറും അധിക വാഷിംഗ് മെഷീനിലും ഡ്രം ക്ലീൻ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ഡ്രം ക്ലീൻ തന്നെയുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുണ്ടാകുമ്പം ഈസിയാണ്. ജസ്റ്റ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ഇതിപ്പോൾ എന്താ, എൻ്റെ വാഷിംഗ് മെഷീനിൽ ആ ഒരു ഡ്രം ക്ലീൻ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹവർ നമുക്ക് ടൈം കിട്ടുന്ന ഏതാണോ ഓപ്ഷന് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് എൻ്റെതിൽ ഈ ഒരു കോട്ടൺ ആണ് 1 hour മേലെ വരുന്നത് ടൈം. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ആദ്യം നമ്മളെ സ്വിച്ച് ഞാൻ പ്ലഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഓൺ ചെയ്ത് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വിച്ച് ഇടുക, ഓൺ ചെയ്യുക. കോട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എനിക്ക്. അപ്പോൾ ആ ഒരു ടൈം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് വെച്ച് കൊടുക്കുക. സ്റ്റാർട്ട്. ഇനി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രം ക്ലീൻ ആയിട്ട് വന്നോളൂ കേട്ടോ. 1:18 വരെയാണ്, ഇപ്പം 17 ആയി. നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വരിക, പിന്നെ വെള്ളം ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് വരിക, അതുപോലെ ഡ്രസ്സ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു സ്മെല്ല് വരിക ഡ്രസ്സിനൊക്കെ. അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ഈ ഒരു ഡ്രം നല്ല രീതിയിൽ ക്ലീൻ ആകാത്തത് കൊണ്ടാണ്. പിന്നെ പ്രധാനമായിട്ടും എന്നെ പോലെ ഈ അഴുക്കായ ഷൂസ്, നിലത്ത് വിരിക്കുന്ന മാറ്റ്, ഇതൊക്കെ ഈ ഒരു വാഷിംഗ് മെഷീനിൽ തന്നെയാണ് വാഷ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ വാഷിംഗ് മെഷീൻ പുതിയതുപോലെ കുറേ കാലം കേടുകൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു ഡ്രം ക്ലീൻ ചെയ്യണം. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീൻ്റെ ഡ്രം നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ആ ഒരു സ്റ്റീലിന്റെ ഭാഗം നല്ല വെട്ടിത്തിളങ്ങുന്ന പരുവത്തിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് മാറ്റിയിട്ട് ഉടനെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഈർപ്പമൊക്കെ നല്ലോണം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഡോറും പിന്നെ സർഫ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് രണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നല്ലോണം
നല്ലോണം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ക്ലോസ് ചെയ്ത് കൊടുക്കാവൂ. ഇതിപ്പോ ഇതാ നമ്മൾ ആ ഒരു ഡ്രം ക്ലീൻ ചെയ്ത സമയത്ത് ആ ഒരു വാഷറിന്റെ ഉള്ളിൽ നമ്മൾ ബ്രഷ് ഇട്ടിട്ട് നല്ലോണം ഉരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ക്യാപ്സ്യൂളിന്റെ പതയൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ അതിലുള്ള അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ജസ്റ്റ് നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട്. അതുപോലെ തന്നെ ഡോറിന്റെ ആ ഒരു ഉൾവശവും അവിടെയും ആ ഒരു പതയൊക്കെ നല്ലോണം വന്ന് നിന്നതുകൊണ്ട് തന്നെ നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ തുടച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് ഇളകിപ്പോരുന്നുണ്ട്. ഇനി ഇത് രണ്ടും നല്ലോണം തുറന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എളുപ്പമാണ് സംഭവം. നമുക്ക് അറിയാൻ പറ്റാത്ത ഒറ്റ കാരണമേ ഉള്ളൂ. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു വാഷിംഗ് മെഷീന്റെ ഡ്രം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ മാസവും ഒരു തവണ ഈ ഒരു ഡ്രമ്മും പിന്നെ സർഫ് ഇടുന്ന ആ ഒരു ബോക്സും ഒക്കെ നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ കമ്പനി ഏതും ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട് ലോഡ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രം ക്ലീൻ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി എന്നെ പോലെ ഈ ഒരു വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാതെ വർഷങ്ങളോളം ക്ലീൻ ആക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഇതുപോലെ ഡ്രം ക്ലീൻ ചെയ്തെടുത്തോ. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീന്റെ ബേക്കിൽ നിന്ന് വെള്ളം വീഴുന്ന ആ ഒരു പൈപ്പിന്റെ ഭാഗമൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ പതിയെ മാത്രമേ ചെയ്തെടുക്കാവൂ. പിന്നെ ആ ഒരു കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് അതിന്റെ ആ ഒരു ഉൾഭാഗത്തുള്ള അടപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പതുക്കെ മാത്രമേ വലിച്ചെടുക്കുകയൊക്കെ ചെയ്യാവൂ കേട്ടോ. അതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ക്ലീനിങ് ടിപ്സിനായിട്ട് നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.